ഷോൺ ജോർജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വി വസീഫ് പറയുന്ന ഒരു കാര്യം, കോടതികൾ എടുത്ത വിജിലൻസ് കോടതികൾ എടുത്ത് ചവറ്റുകുട്ടയിലിട്ട കേസ് ഹൈക്കോടതി അന്വേഷണമില്ല എന്ന് തീരുമാനിച്ച ഒരു കേസ്, ആ കേസാണോ SFI അന്വേഷിക്കുന്നത്? എനിക്ക് പറയാനുള്ള സമയം തരണം. തീർച്ചയായും. ഒന്ന്, വിജിലൻസ് കോടതി പരിഗണിച്ച കേസും ഇപ്പോൾ SFI കൊടുത്തിട്ടുള്ള ചാർജ് കൊടുത്തിട്ടുള്ള കേസും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ആദ്യം തിരിച്ചറിയണം. ഇപ്പോൾ അവർ പറയുന്ന ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ 2 ജില്ലാ വിജിലൻസ് കോടതികളും മൂവാറ്റുപുഴ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയ കേസെന്ന് പറയുന്ന പോലെ ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി 2 പ്രാവശ്യവും ബാംഗ്ലൂർ ഹൈക്കോടതി 1 പ്രാവശ്യവും ഇതേ കേസ് അന്വേഷണം ആവശ്യമുണ്ടെന്ന് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. ഒന്ന്, വിജിലൻസ് കേസിൻ്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു വിജിലൻസ് കേസ് ഫോം ആകുന്നത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോ തൻ്റെ ഓർഡർ വഴിയോ നടപടികൾ വഴിയോ ഏതെങ്കിലും വ്യക്തിക്ക് അഴിമതിക്ക് കാരണമായ ഫേവറിസം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നടപടിയിലേക്ക് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് നയിക്കേണ്ട കാര്യം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. അത് നിങ്ങൾക്കെന്താ? തീർച്ചയായിട്ടും മാത്യു കൊളനാടൻ കൊടുത്ത കേസിലും ഈ വിജിലൻസ് കോടതി കേസും അവിടെയാണ് നിന്നത്. അവിടെയാണ് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRLൻ്റെ ഓഹരി ഉടമയായി KSADC എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥയിലുള്ള സ്ഥാപനം, അതായത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. 13.4% ഷെയർ അതിന് ഉണ്ടാകുകയും അങ്ങനെ 182 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ 182 കോടി രൂപയിൽ നിന്നും 13.4% ഷെയർ, ഏറെക്കുറെ 25 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ കേസിൽ 25 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ 22.7 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഇവർ പറഞ്ഞു എല്ലാ കണക്ക് പ്രകാരം നടത്തി 1.72 കോടി രൂപ നിങ്ങൾ സേവനം ചെയ്തതാണെന്ന് വെച്ചോ. ഈ കർത്ത, അതായത് CMRLൻ്റെ ഉടമസ്ഥനായ കർത്തയുടെ കയ്യിൽ നിന്ന് ബാക്കി മേടിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും ഉടമസ്ഥരായ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ NBFC, ആ NBFC നിന്നും മേടിച്ച ഏറെക്കുറെ 1 കോടി രൂപയോളം അടുത്ത് വന്നിട്ടുള്ള ആ തുക അത് മേടിച്ചത് എന്തിനാണെന്ന് CPMന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മാത്രമല്ല ഈ നിമിഷം വരെയും ഇതിനെക്കുറിച്ച് തുറന്നു പറയാനോ പ്രതികരിക്കാനോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മകൾ വീണയോ തയ്യാറായിട്ടില്ല. കാരണം അവർക്കത് പ്രതികരിക്കാൻ കഴിയില്ല. ഇവരിവിടെ വന്നിട്ട് വിജിലൻസ് കോടതി തള്ളിയ കേസ് ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി എന്താ തള്ളിയത്? ഇതേ കേരള ഹൈക്കോടതി 2 കേസിൽ, ഒന്ന് ഞാൻ കൊടുത്ത കേസിലും ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു KSIDC കൊടുത്ത കേസിലും ഇതിൽ അന്വേഷണം ആവശ്യമാണ്, മതിയായ തെളിവുകളുണ്ട്, ഇതിൽ KSIDC ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ അതിനൊന്നും വിലയില്ലേ? ഹൈക്കോടതി 4 ഹൈക്കോടതി ഒരേ വിധി പറഞ്ഞപ്പോൾ ആണ് വിജിലൻസ് കോടതിയുടെ വിധി. അതും ഈ കേസുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തിന് ഒരു ഡോക്യുമെന്റും കൊണ്ട് കൊടുക്കാതെ ഇപ്പോൾ ഇവരെ പോലെയുള്ളവർക്ക് ന്യായീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ആ വിജിലൻസ് കേസ് ചെയ്തത്.